Hi, good morning. Next module 2 income from salary. നമ്മൾ ഇൻകം ടാക്സിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. അതിൽ ഫസ്റ്റ് ഹെഡാണ് ഇൻകം ഫ്രം സാലറി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം. ഫസ്റ്റ് സാലറി, ഈ ഹെഡിൻ്റെ പേരാണ് സാലറി. നമുക്കറിയാം ദർ ആർ 5 ഹെഡ്സ് ഓഫ് ഇൻകം. അതിൽ ഫസ്റ്റ് ഹെഡാണ് സാലറി, സെക്കൻഡ് ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി, ആൻഡ് തേർഡ് ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഫോർത്ത് ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ, ആൻഡ് ലാസ്റ്റ് ഹെഡ് അതർ സോഴ്സ്. അതിലിപ്പോൾ നമ്മൾ സെക്കൻഡ് ഹെഡായിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഹെഡ് നമ്മളെടുത്തത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ദെൻ ഫസ്റ്റ് ഹെഡാണ് ഇപ്പോൾ എടുക്കുന്നത്, ദാറ്റ് ഈസ് സാലറി. സാലറി സെക്ഷൻ 15 to 17 ഡീൽസ് സാലറി. ഈ സാലറി എന്ന് പറയുന്ന ഹെഡിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്റ്റിൽ സെക്ഷൻ 15 to 17 എന്ന് പറയുന്ന സെക്ഷനിലാണ്. ആൻഡ് സാലറി ഈസ് ദ ഫസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. അപ്പോൾ ഇതാണ് ഇൻകം ടാക്സ് ആക്റ്റിലെ ഫസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് സാലറിയാണ്. എന്താണ് സാലറി? സാലറി മീൻസ് എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി in consideration of his service and includes any benefits or facilities provided by the employer. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു എംപ്ലോയിയുടെ സർവീസിന് പകരമായിട്ട് അയാൾക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് എന്ത്, സാലറി. അപ്പോൾ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓർ ദി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ എംപ്ലോയർ ടു ദ എംപ്ലോയി ഇൻ റിട്ടേൺ ഓഫ് ഹിസ് സർവീസ്. അദ്ദേഹത്തിൻ്റെ സർവീസിന് പകരമായിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ ഈ സാലറി എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും? ബെനിഫിറ്റ്സ്, വേറെ പല ബെനിഫിറ്റ്സ് കൊടുക്കാറുണ്ട് എംപ്ലോയിക്ക്. പല ബെനിഫിറ്റ്സ് എന്ന് പറയാൻ മെഡിക്കൽ ബെനിഫിറ്റ് കൊടുക്കും, ഇൻഷുറൻസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അതർ ഫെസിലിറ്റീസ്, ചിലപ്പോൾ താമസ സൗകര്യം നൽകും, ജോലി സ്ഥലത്തേക്കുള്ള യാത്രാ സൗകര്യം നൽകും. ഇതെല്ലാം എംപ്ലോയിക്ക് കൊടുക്കാറുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് സാലറി. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ വെറും ശമ്പളം മാത്രമല്ല, ശമ്പളത്തിന് പുറമെ എംപ്ലോയിക്ക് കൊടുക്കുന്ന മറ്റുള്ള എല്ലാ സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ്, മറ്റുള്ള ബെനിഫിറ്റ്സ്, അലവൻസസ് എല്ലാം ചേർന്നതിനെയാണ് സാലറി എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ് വി ക്യാൻ സേ സാലറി ഈസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ എംപ്ലോയർ ടു ദ എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ്. ദെൻ നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിൽ സെക്ഷൻ 15 എന്താണ് സാലറി പറയുന്നത് നോക്കാം. അണ്ടർ സെക്ഷൻ 15 സാലറി ഇൻക്ലൂഡ്സ് ഫോളോയിങ്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ആക്റ്റിൽ സെക്ഷൻ 15 പ്രകാരം എന്താണ് സാലറി? ദ സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ടു ആൻ അസസി ഇൻ പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയറുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയർ, ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ഇയറിൽ ഒരാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നു, പക്ഷേ ഈ വർഷം അവിടുന്ന് റിലീവ് ചെയ്ത് വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഫോർമർ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് പിന്നീട് എന്ത് കിട്ടിയാലും, പ്രീവിയസ് ഇയറിൽ എന്ത് കിട്ടിയാലും അതും സാലറിയിൽ പെടും. നമ്മൾ ആ എംപ്ലോയറുടെ കീഴിൽ നിന്ന് പോന്നാലും ഒരു എംപ്ലോയറുടെ കീഴിൽ നിന്ന് നമുക്ക് മുമ്പ് കിട്ടാനുള്ള എമൗണ്ട് കിട്ടിയാൽ, പ്രീവിയസ് ഇയറിൽ കിട്ടിയാലും അത് നമ്മൾ സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സോ എന്തെങ്കിലും സാലറി എംപ്ലോയറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയറുടെ കയ്യിൽ നിന്നോ അസസിക്ക് പ്രീവിയസ് ഇയറിൽ കിട്ടിയാൽ, വെദർ പെയ്ഡ് ഓർ നോട്ട്, ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ അത് ഡ്യൂ ആവാം, തരാമെന്ന് പറയലാവാം, എങ്ങനെയായാലും അത് സാലറിയാണ്. സോ സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ എംപ്ലോയർ, ടു ആൻ അസസി ഇൻ പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്. സെക്കൻഡ് വൺ, the salary paid or allowed to him in the previous year by or on behalf of an employer or a former employer through not due or becomes due to him. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ സാലറി എന്ത് ചെയ്യാം, കൊടുക്കാം എംപ്ലോയർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, ബിഹാഫ് ഓഫ് എംപ്ലോയർ ഓർ ദി ഫോർമർ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയർക്കോ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിൽ കൊടുക്കുകയോ, ജസ്റ്റ് നോട്ട് ഡ്യൂ ഓർ ബിഫോർ ഇറ്റ് ബിക്കംസ് ഡ്യൂ ടു ഹിം, അതായത് ഡ്യൂ ആയാൽ മാത്രം മതി കേട്ടോ. ദെൻ അതുപോലെ തന്നെ എനി അരിയർ ഓഫ് സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ഹിം ഇൻ ദ പ്രീവിയസ് ഇയർ. എന്തെങ്കിലും അരിയർ സാലറി കിട്ടാണെങ്കിൽ, അരിയർ സാലറി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് 2 മാസത്തെ സാലറി അല്ലെങ്കിൽ ഒരു കുറേ മാസത്തെ സാലറി കിട്ടാനുണ്ട്, അരിയർ, അത് കിട്ടുകയാണെങ്കിലും അത് സാലറിയിലാണ്, പ്രീവിയസ് ഇയറിലാണ് കിട്ടുന്നതെങ്കിൽ അതും സാലറിയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2020 നിങ്ങൾക്ക് എന്താ പറയുക,
19th ഒരു 2 മാസത്തെ സാലറി കിട്ടി. അപ്പോൾ 2020, അതായത് നമ്മൾ 22 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2021 ആ 2 മാസത്തെ സാലറി അരിയറായിട്ട് നമ്മൾ അതും സാലറിയിലാണ് വരുന്നത്. അപ്പോൾ മുമ്പത്തെ സാലറി കിട്ടാനുള്ളത് പ്രീവിയസ് ഇയറിൽ കിട്ടിയാൽ ദാറ്റ് ഈസ് അരിയർ സാലറി. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, എന്തെങ്കിലും സാലറി എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഫോർമർ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഡ്യൂ ആയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാലറി ബിഹാഫ് ഓഫ് എംപ്ലോയർ അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിൽ ഡ്യൂ ആയാൽ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അരിയർ സാലറി ഉണ്ടെങ്കിൽ. ഇനി എന്താണ് സാലറിയുടെ ഫീച്ചേഴ്സ്? എപ്പോഴാണ് ഒരു എമൗണ്ട് സാലറി എന്ന ഹെഡിൽ നമ്മൾ എഴുതേണ്ടത്? ഒന്ന്, എംപ്ലോയർ റിലേഷൻഷിപ്പ്. അതായത് ഒരാൾ മറ്റൊരാൾക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ ദർ ഷുഡ് ബി ആ റിലേഷൻ ബിറ്റ്വീൻ ദം. ദർ ഇസ് എ എംപ്ലോയി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. അവർ തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രം അത് എന്തായി മാറുള്ളൂ? സാലറി ആയി മാറുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷനാണ് സാലറി എന്ന് പറഞ്ഞ ഹെഡിൽ എഴുതണമെങ്കിൽ ആ വ്യക്തിക്ക് പൈസ കൊടുക്കുന്ന ആളും ആ അസസിയും തമ്മിലൊരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പെൻഷൻ ഈസ് പാർട്ട് ഓഫ് സാലറി. ഒരാൾ റിട്ടയർ ആയതിനു ശേഷം പെൻഷൻ കിട്ടുകയാണെങ്കിലും അത് ഏത് ഹെഡിൽ തന്നെയാണ് എഴുതേണ്ടത്? സാലറി. കാരണം അത് കിട്ടുന്നത് ആരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്? ആ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് തന്നെയാണ് റിട്ടയർ ആയതിനു ശേഷവും പെൻഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പെൻഷൻ എന്താണ്? ദാറ്റ് ഈസ് പാർട്ട് ഓഫ് സാലറി. ദെൻ സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. ഫോർ എക്സാമ്പിൾ, ഒരാൾ 2 എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ ഉച്ചവരെ ഒരാളുടെ കീഴിൽ, ഉച്ചയ്ക്ക് ശേഷം വേറെ ആളുടെ എംപ്ലോയറുടെ കീഴിൽ വേറൊരു സ്ഥലത്തുമാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഫ്രം മോർ ദാൻ വൺ സോഴ്സ്, ഒന്നിലധികം ആളുകളുടെ കയ്യിൽ നിന്നും, ഒന്നിലധികം എംപ്ലോയറുടെ കയ്യിൽ നിന്നും സാലറി മേടിക്കുകയാണെങ്കിലും അത് എന്തിൻ്റെ കീഴിൽ തന്നെ വരിക? ഹെഡ് സാലറിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒന്നിലധികം സോഴ്സിൽ നിന്നും സാലറി ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത് കം അണ്ടർ ദ ഹെഡ് സാലറി. ദെൻ സാലറി മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഫിക്റ്റീഷ്യസ്. സാലറി എന്ന് പറഞ്ഞാൽ റിയൽ ആയിരിക്കണം. വെറുതെ പറയുന്ന ഒരു തുകയാവരുത്. സാലറി മസ്റ്റ് ബി റിയൽ. അപ്പോൾ റിയൽ ആയിരിക്കണം. ഇത്രയാണെങ്കിലാണ് അത് നമ്മൾ സാലറി എന്ന് പറഞ്ഞാൽ ഹെഡിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സാലറി എന്ന് പറയുമ്പോൾ ദർ ഷുഡ് ബി ആൻ എംപ്ലോയർ റിലേഷൻഷിപ്പ്. പെൻഷൻ ഈസ് പാർട്ട് ഓഫ് സാലറി. അതുപോലെ തന്നെ ഇഫ് എംപ്ലോയി റിസീവ് സാലറി ഫ്രം മോർ ദാൻ വൺ എംപ്ലോയർ അല്ലെങ്കിൽ മോർ ദാൻ വൺ സോഴ്സ് ദാറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി ആൻഡ് സാലറി മസ്റ്റ് ബി റിയൽ. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് സാലറി. ഇനി എലമെൻറ്റ്സ് ഓഫ് സാലറി എന്തൊക്കെയാണ്? ഒരാൾ ഇപ്പം നിങ്ങൾക്കൊരു ഭാവിയിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു, നിങ്ങൾക്കൊരു ജോലി കിട്ടി. അപ്പോൾ സാലറി കിട്ടുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒരു സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ്? ഫസ്റ്റ് വൺ ഈസ് ബേസിക് സാലറി, അടിസ്ഥാന ശമ്പളം. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ആഫ്റ്റർ ഡിഗ്രി ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊരു അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി കിട്ടി. അപ്പോൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ബേസിക് സാലറി 20,000, 20,000 രൂപയാണ് നിങ്ങളുടെ ബേസിക് സാലറി. അത് അടിസ്ഥാന ശമ്പളമാണ്. ദെൻ അരിയേഴ്സ് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ മുമ്പ് കിട്ടാനുള്ള എന്തെങ്കിലും ശമ്പളം കിട്ടുന്നതാണ് അരിയേഴ്സ് ഓഫ് സാലറി. അതും നമ്മൾ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ദെൻ ബോണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമൻസിനനുസരിച്ച് കൂടുതലായിട്ട്, ഇപ്പോൾ ബോണസ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത് ഉത്സവ സീസണിലൊക്കെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതായത് അവരുടെ പെർഫോമൻസിനനുസരിച്ച് സ്ഥാപനം ചില ഉത്സവ സമയത്ത്, അതായത് ഇപ്പോൾ ഫെസ്റ്റിവൽസ്, ഓണം വരുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ സ്ഥാപനത്തിൻ്റെ എന്താ പറയുക പെർഫോമൻസ് കൂടുമ്പോൾ, ലാഭം കൂടുമ്പോൾ ഒരു ഭാഗം എംപ്ലോയീസിനും കൊടുക്കാറുണ്ട്. ദാറ്റ് ഈസ് ബോണസ്. ദെൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് സെയിൽസ് പേഴ്സൺസിനൊക്കെ എന്തുണ്ട്? കമ്മീഷനുണ്ട്. ഇത്ര സെയിൽസ് നടത്തി ഇത്ര കമ്മീഷൻ കിട്ടും. അപ്പോൾ പലർക്കും ചില ജോലികൾക്ക് മാത്രമാണ് കമ്മീഷൻ ഉണ്ടാവുക, കമ്മീഷൻ ബേസ്ഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പോൾ ചിലർക്ക് സാലറിക്ക് പുറമെ, ഇപ്പോൾ 20,000 നിങ്ങളൊരു സെയിൽസ് മാനേജറായിട്ട് ജോലി കിട്ടി, നിങ്ങളോട് പറഞ്ഞത് അടിസ്ഥാന ശമ്പളം 30,000, പിന്നെ നിങ്ങളോട് പറഞ്ഞു ഇത്ര സെയിൽ നടന്നാൽ നിങ്ങൾക്ക് കമ്മീഷനും കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ട്? ബേസിക് സാലറി ഉണ്ട്, കമ്മീഷനും കിട്ടും. പിന്നെ അതിന് പുറമെ കിട്ടുന്ന ഒന്നാണ് അലവൻസസ്. പല അലവൻസുകൾ കിട്ടും. മെഡിക്കൽ അലവൻസുകൾ, എഡ്യൂക്കേഷൻ അലവൻസ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അലവൻസുകളെ കുറിച്ച് പഠിക്കാം. അലവൻസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് ഒരു സാലറി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സാലറിയിൽ ഉണ്ടാവുക? ബേസിക് സാലറി, അരിയേഴ്സ് ഓഫ് സാലറി, ബോണസ്, കമ്മീഷൻ, അലവൻസസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് എങ്ങനെ ബേസിക് സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം, പിന്നെ എങ്ങനെയാണ് അലവൻസുകൾ, ഏതെല്ലാം അലവൻസുകളാണുള്ളത്, അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.